അർജുനന്റെ സംശയങ്ങൾക്ക് ശ്രീകൃഷ്ണൻ ഉത്തരം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഭഗവത്ഗീതയിലെ 7ാമത്തെ അധ്യായം ജ്ഞാന വിജ്ഞാനയോഗം. ജ്ഞാനം സ്പിരിച്വൽ നോളജ്, വിജ്ഞാനം സയന്റിഫിക് നോളജ്. വളരെ വ്യക്തമായിട്ടാണ് ഇവയുടെ സംയോഗമായ ജ്ഞാനവിജ്ഞാന യോഗം എന്ന് ശ്രീകൃഷ്ണൻ ഈ അധ്യായത്തിലൂടെ വിവരിക്കാൻ ഉദ്ദേശിച്ച വിഷയങ്ങൾക്ക് പേര് കൊടുത്തത്. ശ്രീകൃഷ്ണ വചനമാണ് തുടങ്ങുന്നത്. മയ്യാസക്തമനാ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയഃ. എന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, മയ്യാസക്ത മനാഹ, മനസ്സ് എന്നിൽ കേന്ദ്രീകരിച്ച്, ഹേ പാർത്ഥ യോഗം യുഞ്ജൻ മദാശ്രയഃ. കഴിഞ്ഞ അധ്യായങ്ങളിൽ വിവരിച്ച യോഗചര്യയിലൂടെ നീ സഞ്ചരിച്ച് എന്നിൽ തന്നെ ആശ്രയിച്ച് അസംശയം സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. എപ്രകാരമാണോ നീ എന്നെക്കുറിച്ച് അറിയേണ്ടത്, യഥാ ജ്ഞാസ്യസി, എപ്രകാരമാണോ നീ എന്നെക്കുറിച്ച് അറിയേണ്ടത്, സമഗ്രം മാം, സമ്പൂർണമായ ആ അറിവ്, എന്നെക്കുറിച്ചുള്ള അറിവ്, അസംശയം, സംശയം പൂർണ്ണമായി നീങ്ങുമ്പോൾ നിനക്കുണ്ടാകുന്ന അറിവ് ഏതാണോ അത്, തത് ശൃണു, അത് നീ ഇപ്പോൾ കേട്ടാലും. ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമി അശേഷതഃ. ജ്ഞാനം സ്പിരിച്വൽ നോളജ്, തേ ആ അറിവ്, അഹം സവിജ്ഞാനമിദം സയന്റിഫിക് ആയിട്ടുള്ള നോളജോടുകൂടി, ഇതാ വക്ഷ്യാമി ഞാൻ പറയാൻ പോകുന്നു, അശേഷതഃ സമ്പൂർണമായിട്ട് ഞാനിതാ പറയാൻ പോകുന്നു. യദ് ജ്ഞാത്വാ ന ഇഹ ഭൂയോ അന്യത് ജ്ഞാതവ്യം അവശിഷ്യത്തെ. എത്ര ഉജ്ജ്വലമായൊരു വരിയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നത്. യത് ജ്ഞാത്വാ, ഏതൊന്ന് അറിഞ്ഞതിന് ശേഷമാണോ, ന ഇഹ ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല, ഭൂയോ അന്യത് ജ്ഞാതവ്യം അവശിഷ്യത്തെ, മറ്റ് ഏതെങ്കിലും അറിയുവാനായിട്ട് ഒന്നുമില്ലാത്ത ഒരു അറിവിന്റെ നിലവാരത്തിലേക്ക് നിന്നെ ഉയർത്തുവാനായിട്ട്, ജ്ഞാതവ്യം അവശിഷ്യത, അറിയുവാനായിട്ട് ഒന്നും അവശേഷിക്കാത്ത അവസ്ഥയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. ആ അറിവാണ് ഞാൻ ഇപ്പോൾ നിനക്ക് പകർന്നു തരുവാൻ പോകുന്നത്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. മനുഷ്യാണാം സഹസ്രേഷു, ആയിരക്കണക്കിന് മനുഷ്യന്മാരുള്ളതില്, കശ്ചിത് യതതി സിദ്ധയേ, സിദ്ധിയുള്ളവര്, സിദ്ധന്മാരെന്ന് പറയുന്നവര് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. യതതാം അപി സിദ്ധാനാം, ആ സിദ്ധിയുള്ളവരിലാകട്ടെ, കശ്ചിന്മാം വേത്തി തത്വതഃ, എന്നെ സമഗ്രമായി സമ്പൂർണമായി അറിയുന്നവര് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതായത് ശ്രീകൃഷ്ണൻ എന്ന പ്രപഞ്ച ചൈതന്യ ഭാഗമായ അവതാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നവര് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നീ ഈ ക്രൈസിസ് മാനേജ് ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമായതുകൊണ്ട്, ഹേ അർജുന, പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ എന്നെക്കുറിച്ച് ഞാൻ നിന്നോട് വിവരിക്കാം. ഭൂമിരാപോ അനലോ വായോ ധമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. അത്യന്താധുനിക ഭൗതിക ഊർജതന്ത്ര ശാസ്ത്രമാണ് ഈ വരിയിലൂടെ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത്. ഭൂമി സോളിഡ് മെറ്റീരിയൽ, ആപോ ഫ്ലൂയിഡ് മെറ്റീരിയൽ, അനലോ അഗ്നി അഥവാ തേജസ്, വായു ഫ്ലോ ചെയ്യുന്നത് ഏതാണോ അത് വായു, ഘം അയോണിക് പാർട്ടിക്കിൾസ് ആകാശം എന്നർത്ഥം, മനോ മനസ്സ്, ബുദ്ധി വിസ്ഡം, അഹങ്കാരം അവയർനെസ് അഥവാ കോൺഷ്യസ്നെസ്, ഇതീയം മേ ഇപ്രകാരം, ഭിന്ന പ്രകൃതിരഷ്ടത എന്നില് 8 വിധത്തിലുള്ള പ്രകൃതിയാണ് ഉള്ളത്. പ്രകൃതി പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ അടിസ്ഥാന തത്വങ്ങളെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയുടെ തത്വങ്ങൾ 8 എന്റെ ഭാവമാണ്, എന്റെ ഭാഗമാണ്. ആ ഭാഗത്തിൽ നിന്നുകൊണ്ട് അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം, ഈ അടിസ്ഥാനപരമായ പ്രകൃതിയുടെ 8 തത്വങ്ങളുടെ മുകളില് അപരേയം മറ്റൊന്നുണ്ട്. അത് ആ പ്രകൃതി വിദ്ധിമേ പരാം, പ്രകൃതിക്കപ്പുറത്തുള്ളത്, അടിസ്ഥാന തത്വങ്ങൾക്കപ്പുറത്തുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. ജീവഭൂതാം മഹാഭാഹോ യേദം ധാര്യത്തെ ജഗത്.
ഹേ മഹാബാഹുവായ അർജുന, ജീവഭൂതാം സർവജീവജാലങ്ങളിലും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും 10 ലക്ഷത്തിൽ പരം തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിലും വർത്തിക്കുന്ന ജീവചൈതന്യം അടിസ്ഥാനപരമായ 8 പ്രകൃതി സ്വഭാവങ്ങൾക്കകത്ത് വർത്തിക്കുന്ന മറ്റൊരു ചൈതന്യമാണ്. അത് നീ മനസ്സിലാക്കണം. ഏത്? ധാര്യതേ ജഗത്, ഏതം ധാര്യതേ ജഗത്. ഈ പ്രപഞ്ചം മുഴുവനും പ്രവർത്തിക്കുന്നതിനാധാരഭൂതമായ ജീവചൈതന്യം എന്ന അപരശക്തി, മറ്റൊരു ശക്തി, അത് എന്റെ പ്രകൃതിയുടെ മുകളിൽ വർത്തിക്കുന്ന ശക്തിയാണ് എന്ന് മനസ്സിലാക്കണം. 8 പ്രകൃതി തത്വങ്ങളും അതിൻ്റെ മുകളിൽ വർത്തിക്കുന്ന 9ാമത്തെ ജീവചൈതന്യം എന്ന വസ്തുതയും നീ മനസ്സിലാക്കണം. ഏതത് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. ഈ 8 പ്രകൃതിയും അതുപോലെ തന്നെ ജീവചൈതന്യവുമാണ് ഏതത് യോനീനി ഭൂതാനി, സർവജീവജാലങ്ങളുടെയും ഉത്ഭവസ്ഥാനമായ യോനി. സർവാണീത്യുപധാരയ, സർവ്വതിനും ആശ്രയിക്കേണ്ടത്, ജനനത്തിനാവശ്യമായി ജന്മത്തിനാവശ്യമായി ഉപധാരയ, അടിസ്ഥാനപരമായി ആശ്രയിക്കേണ്ടത് സർവജീവജാലങ്ങൾക്കും, സർവാണി എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയിക്കേണ്ടത് ഈ 8 പ്രകൃതിയുടെ അടിസ്ഥാന തത്വവും ജീവാത്മാവുമാണ്. അത് എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. അഹം കൃത്സ്നസ്യ ജഗതഃ, സർവ ജഗത്തിലുള്ള വസ്തുക്കളുടെയും നാശത്തിന്റെ കാരണം ഞാൻ തന്നെയാണ്. പ്രഭവ പ്രളയസ്തഥ, എല്ലാത്തിൻ്റെയും ഉത്ഭവത്തിന്റെ കാരണവും ഞാൻ തന്നെയാണ്. പ്രളയ, അലിയിപ്പിച്ച് ചേർക്കുന്നതും ഞാനാണ്, അലിയിപ്പിക്കാതെ തിരിച്ചുണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ്. ഉത്ഭവവും അന്ത്യവും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും മുഴുവനും തന്നെ എന്റെ ആധിപത്യത്തിലാണ്, എന്റെ ചെയർമാൻഷിപ്പിലാണ് നടക്കുന്നത്. ഹേ അർജുന, മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ, യൂണിവേഴ്സൽ പവറിന്റെ ഭാഗമായ, യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായ എന്നെ അതിജീവിച്ചുകൊണ്ട് ഞാൻ അല്ലാതെ മത്ത പരതരം ന അന്യത്, എനിക്കപ്പുറമായിട്ട് ന അന്യത് മറ്റൊന്നും ഇല്ല. കിഞ്ചിത് അസ്തി, ഒന്നുമില്ല. ഹേ ധനഞ്ജയ, മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. സൂത്രേ മണിഗണായിവ, ഒരു ചരടിൽ കോർത്തിരിക്കുന്ന മുത്തുകൾ പോലെ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ ശ്രീകൃഷ്ണനിൽ സർവചരാചരങ്ങളും ഒരുമിച്ച് കോർത്തിരിക്കുന്നു. രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശിസൂര്യയോഹോ. രസഃ അഹം അപ്സു കൗന്തേയ, സർവവിധ ലിക്വിഡ് മെറ്റീരിയലുകളിലും സർവവിധ ഫ്ലൂയിഡ് മെറ്റീരിയലുകളിലും ഉള്ളതായ രസം, കെമിക്കൽ എനർജി എന്ന് പറയുന്നത് അഹം ഞാൻ തന്നെയാണ്. ഹേ കൗന്തേയ, പ്രഭാ അസ്മി ശശിസൂര്യയോഹോ. ചന്ദ്രനിലുള്ള തേജസ്സും സൂര്യനിലുള്ള തേജസ്സും ഞാൻ തന്നെയാണ്. അതായത് സൂര്യനിൽ ഹൈഡ്രജൻ ഡിഫ്യൂസ് ചെയ്ത് ഹീലിയമായി മാറുന്നതും ഹീലിയം ഡിപ്ലീറ്റ് ചെയ്ത് ഹൈഡ്രജനായി മാറുന്നതിനും കാരണഭൂതമായ അവയർനെസ്സും എനർജിയും, എനർജിയുടെ ആവശ്യകത അങ്ങോട്ട് നൽകുന്നതും അതിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതും സൂര്യന്റെ ഹീറ്റ് എനർജിയും സൂര്യന്റെ ലൈറ്റ് എനർജിയും ഹേ അർജുന ഞാൻ തന്നെയാണ്. പ്രണവ സർവവേദേഷു, എല്ലാ വേദങ്ങളിലും, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദങ്ങൾ ഉത്ഭവിക്കുമ്പോൾ, തുടങ്ങുമ്പോൾ, അത് ചൊല്ലാൻ ആരംഭിക്കുന്ന സമയത്ത് പ്രണവ, അതിന്റെ ഓംകാരം, അത് ഞാൻ തന്നെയാണ്. ശബ്ദഖേ പൗരുഷം നൃഷു, പ്രപഞ്ചത്തിൽ അലയൊലിക്കുന്ന, പ്രപഞ്ചത്തിൽ അലയടിക്കുന്ന ആ ഓംകാരത്തിന്റെ എനർജി, സൗണ്ട് എനർജി, ആ പ്രപഞ്ച പുരുഷന്റെ സൗണ്ട് എനർജി ഞാൻ തന്നെയാണെന്ന് നീ മനസ്സിലാക്കിയാലും പുണ്യോ ഗന്ധ പൃഥിവ്യാം ച തേജശ്ചാസ്മി വിഭാവസൗ. പുണ്യോ ഗന്ധ പൃഥിവ്യാം ച, ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ സോളിഡ് മെറ്റീരിയൽസിന്റെയും ഗന്ധം, വാസന, അത് ഞാനാണ് ഹേ അർജുന. തേജശ്ചാസ്മി വിഭാവസൗ, അഗ്നിയിലുള്ള ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും ഞാൻ തന്നെയാണ് അർജുന. ജീവനം സർവഭൂതേഷു, സർവജീവജാലങ്ങളിലുമുള്ള ജീവചൈതന്യം ഞാൻ തന്നെയാണ്. തപശ്ചാസ്മി തപസ്വിഷു, തപസ് ചെയ്യുന്ന തപസ്വികളിലെ തപശക്തി ഞാൻ തന്നെയാണ്. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥസനാതനം, സർവചരാചരങ്ങൾക്കും കാരണഭൂതമായ ബീജം, സീഡ്, അത് ഞാനാണ്.
വിദ്ധി അത് നീ അറിഞ്ഞാലും ഹേ പാർത്ഥ സനാതനം, സനാതനം അനന്തമായി ഒഴുകുന്ന നിരന്തരമായി പ്രവർത്തിക്കുന്ന ഈ ചരാചരങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആവശ്യഭൂതമായ എല്ലാ ബീജവും എന്നിൽ നിന്ന് ആരംഭിക്കുന്നു. ഹേ അർജുന, ബുദ്ധിമതാമസ്മി, ബുദ്ധിമാന്മാരുടെ ബുദ്ധി ഞാൻ തന്നെയാണ്. തേജസ്വിനാമഹം, തേജസ്വികളായ വ്യക്തികളിലെ തേജസ് ഞാൻ തന്നെയാണ്. അതായത് ഈശ്വര ചൈതന്യത്തിന്റെ ഡെഫനിഷനാ ശ്രീകൃഷ്ണൻ ഇവിടെ തരുന്നത്. ബലം ബലവതാമസ്മി, ബലവാന്മാരിലെ ബലം അത് ഞാനാണ്. കാമരാഗ വിവർജിതം, ആഗ്രഹത്തിനോടും അറ്റാച്ച്മെന്റിനോടുമുള്ള എതിർപ്പ്, വിവർജിതം ഡിറ്റാച്ച്മെന്റ്, അതും ഞാൻ തന്നെയാണ്. ധർമ്മ വിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ, ധർമ്മ അവിരുദ്ധോ ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത ഭൂതേഷു ജീവജാലങ്ങളിലെ കാമ ആഗ്രഹം, അസ്മി ഭരതർഷഭ അതും ഞാനാണ്. ധാർമ്മിക മൂല്യങ്ങളിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ ഞാൻ തന്നെയാണെന്ന ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത്. ഏച ഏവ സാത്വികാഭാവ രാജസാസ്താമസാശ്ചയേ, എല്ലാ വിധത്തിലുള്ള സാത്വിക ഭാവവും എല്ലാ വിധത്തിലുള്ള രാജസീക ഭാവവും എല്ലാ വിധത്തിലുള്ള താമസിക ഭാവവും പ്രപഞ്ചത്തിന്റെ ഭാഗമായതുകൊണ്ട് എല്ലാ നന്മകളും നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കും. എല്ലാവിധ ശക്തമായ രാജസീക ശക്തി, ടെമ്പസ്റ്റ്, സൈക്ലോൺ, ഫ്ലഡ്, ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താമസിക ശക്തിയും പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കും. അത്യുജ്വലമായ ലൈറ്റ്നിങ് പലതിനെയും നശിപ്പിച്ചുകൊണ്ട് അത്യുജ്വലമായ വോൾക്കാനോ അടിച്ചു തെറിപ്പിക്കുന്നത്, ഇതെല്ലാം രാജസീകവും താമസവും അതുപോലെ തന്നെ സാത്വികവുമായ സർവ അവസ്ഥകളെയും നിനക്ക് പ്രപഞ്ചത്തിൽ കാണുവാൻ സാധിക്കുന്നത് എന്നിലൂടെയാണ്. അത് എന്നിൽ വർത്തിക്കുന്നു. മത്ത ഏവേദി താൻ വിദ്ധി, അത് മുഴുവനും യൂണിവേഴ്സൽ പേഴ്സൺ എന്ന പ്രപഞ്ച പുരുഷ ചൈതന്യം എന്ന എന്നിൽ തന്നെ വർത്തിക്കുന്നു. നത്വഹം തേഷു തേമയി, അത് എന്നിൽ വർത്തിക്കുമ്പോഴും ഞാൻ അതിൽ വർത്തിക്കുന്നില്ല എന്ന് പ്രത്യേകം നീ ഓർക്കണം. ഏത് രീതിയില്? കടലിൽ ധാരാളം മത്സ്യങ്ങളുണ്ട്. അപ്പൊ കടലിൽ മത്സ്യങ്ങൾ വർത്തിക്കുന്നു, മത്സ്യത്തിൽ കടൽ വർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രപഞ്ച ചൈതന്യത്തിന്റെ സർവ്വതും എന്നിൽ വർത്തിക്കുന്നു. ഞാൻ അതില് അടിമപ്പെട്ടുകൊണ്ട് അറ്റാച്ച്ഡ് ആയി വർത്തിക്കുന്നില്ല. ത്രിഭിർ ഗുണമയൈർ ഭാവൈർ ഏഭി സർവമിതം ജഗത്, ഈ ജഗത്തില് എല്ലാവർക്കും എന്നെ വ്യക്തമായി കാണാം. പക്ഷേ എന്നെ ദർശിക്കുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾക്ക് സത്വരജസ്തമോ ഗുണങ്ങളായ വികാര വിചാരങ്ങളുടെ ആവരണമുള്ളത് കൊണ്ട് മോഹിതം നാഭിജാനാതി, ഞാൻ ആരാണെന്ന് അവരുടെ മുമ്പിലുള്ള ഈ കവറുകൊണ്ട്, സാത്വിക താമസ അതുപോലെ തന്നെ രാജസഭാവങ്ങളുടെ കവറുകൊണ്ട്, അവരുടെ പ്രകൃതിയുടെ പ്രത്യേകത കൊണ്ട്, അവരുടെ സ്വഭാവത്തിന്റെ കവറുള്ളത് കൊണ്ട് മോഹിതം, അപ്രകാരം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന നാഭിജാനാതി, എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് അവരറിയുന്നില്ല. മാമേഭ്യ പരമവ്യയം, ഞാൻ തന്നെയാണ് സർവചരാചരങ്ങളിലും ഗൂഢമായിരിക്കുന്ന, പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നില്ലെങ്കിലും പരോക്ഷമായി പ്രവർത്തിക്കുന്ന ആ ചൈതന്യം ഞാൻ തന്നെയാണെന്ന് അവരറിയുന്നില്ല. ദൈവീ ഹേഷ ഗുണമയി മമ മായാദുരത്യയ, സർവചരാചരങ്ങളിലും വർത്തിക്കുന്ന ഗുണമയി, അതിൻ്റെ സ്വതസിദ്ധമായ ഗുണത്തോടു കൂടിയ ദൈവീ പ്രകൃതിയുടെ സ്ത്രീ ചൈതന്യം പോലെയുള്ള പ്രകൃതി ചൈതന്യം ഏഷ പൂർണ്ണമായും മമ മായാദുരത്യയ, അത് എൻ്റെ മായ തന്നെയാണ്, എൻ്റെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. മാമേവ യേ പ്രപദ്യന്തേ മായാമേതാം തരന്തി തേ, യേ മാമേവ പ്രപദ്യന്തേ, ആരാണോ എന്നിലേക്ക് തന്നെ ലക്ഷ്യമിട്ട് പ്രയാണം ചെയ്യുന്നത്, എന്നെ ആശ്രയിക്കുന്നത്, എന്നിലേക്ക് വരുന്നത്, മായാമേതാം തരന്തി തേ, അവർ ഇപ്രകാരമുള്ള മായയുടെ, കൺഫ്യൂഷന്റെ, ഡെല്യൂഷന്റെ, അവരുടെ അജ്ഞാനത്തിന്റെ മറ നീക്കിക്കൊണ്ട് അതിൽ വർത്തിക്കുന്നതായ പ്രപഞ്ച ചൈതന്യത്തിന് ആധാരഭൂതമായിരിക്കുന്ന യൂണിവേഴ്സൽ പേഴ്സൺ എന്ന പ്രപഞ്ച ചൈതന്യം ഞാൻ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കും. നമാം ദുഷ്കൃതിനോ മൂഢാ പ്രപദ്യന്തേ നരാധമാഃ മായയാ പഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ. ദുഷ്കൃതിനോ മൂഢാഃ, ദുഷ്ചെയ്തികൾ അനുഷ്ഠിക്കുന്ന മൂഢന്മാര്, നരാധമാഃ ലോവർ ഗ്രേഡിലുള്ള മനുഷ്യര്, നമാം പ്രപദ്യന്തേ
എന്നിലേക്ക് ഒരിക്കലും വരാൻ സാധിക്കാത്തവര്, അജ്ഞാനം കൊണ്ട് അവരവിടെ തന്നെ വർത്തിക്കുന്നു. മായയാ അപഹൃതജ്ഞാന, ഇപ്രകാരമുള്ള മായയുടെ കവറിന്റെ അകത്തിരിക്കുന്നവർക്ക് ആസുരം ഭാവമാശ്രിത, ആസുരീകമായ ഒരു ശക്തിയുടെ അടിമത്വത്തോടു കൂടി വർത്തിക്കുന്നവർക്ക് വസ്തുതാപരമായി യൂണിവേഴ്സൽ പവറിന്റെ നോളജ് ഉണ്ടാകുന്നില്ല. മറ്റൊരർത്ഥത്തിൽ എല്ലാ ചൈതന്യത്തിനും ആധാരഭൂതമായ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കാതെ പല കാര്യങ്ങളിലും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചതുർവിധ ഭജന്തേ മാം ജനാ സുകൃതിനോർജുന, ഹേ അർജുന, 4 തരത്തിലാണ് ജനങ്ങള് എന്നെ ഭജിക്കുന്നത്. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. ഹേ ഭരതർഷഭ, ഹേ അർജുന, ആർത്തൻ ദുഃഖിതനായിട്ടുള്ളവൻ, ജിജ്ഞാസു അറിവ് നേടാൻ അത്യാഗ്രഹത്തോടുകൂടി വർത്തിരിക്കുന്ന വ്യക്തി, അർത്ഥാർത്ഥി എക്കണോമിക്കൽ സ്റ്റാറ്റസിൽ കുറെ കൂടി ലോട്ടറി ടിക്കറ്റ് കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ജ്ഞാനി അറിവിന് വേണ്ടി മാത്രം എന്നെ ആശ്രയിക്കുന്നവര്. അങ്ങനെ 4 വിധത്തിലാണ് എന്നെ ഓരോ വ്യക്തിയും ഉപാസിക്കുന്നത്. എത്ര ബ്ലണ്ടായിട്ടാ ശ്രീകൃഷ്ണൻ പറയുന്നത്. ദുഃഖിതൻ, അതിയായ ജ്ഞാനത്തിന് ആഗ്രഹമുള്ളവൻ ജ്ഞാനി എന്ന വ്യക്തി, അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം ആഗ്രഹ നിർവൃത്തിക്കായിട്ട് ആഗ്രഹിക്കുന്നവര്, അങ്ങനെയുള്ള വ്യക്തികളാണ് എന്നെ ഭജിക്കാൻ വരുന്നത് എന്ന് നീ മനസ്സിലാക്കണം. അവരില് തേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യത്തെ, ഒരൊറ്റ ഭക്തി, ഏകഭക്തി, കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉപാസനയിലൂടെ വർത്തിക്കുന്ന, നിത്യയുക്ത നിരന്തരം വർത്തിക്കുന്ന തേഷാം ജ്ഞാനി, ഈ 4 പേരിൽ ജ്ഞാനി എന്ന വ്യക്തിയാണ് വിശിഷ്യത്തെ ഏറ്റവും ഉത്തമനായിട്ടുള്ളത്. പ്രിയോഹി ജ്ഞാനീനോത്യർത്ഥം അഹം സചമമ പ്രിയ, അദ്ദേഹത്തിന് പ്രിയോ ഹി ജ്ഞാനീനോത്യർത്ഥം, എനിക്ക് അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അദ്ദേഹത്തിന് ജ്ഞാനം ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതായത് അറിവിന് വേണ്ടി എത്ര ഉജ്ജ്വലമായിട്ടൊരു വരിയാണെന്ന് നോക്കണം. സയന്റിഫിക് ടെമ്പറിന്റെ ക്ലൈമാക്സ് ആണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. അറിവ്, ജ്ഞാനക്കനി തിന്നപ്പോൾ ഒരു ഈശ്വരൻ ശപിച്ചിട്ടുണ്ട് ബൈബിളില്. ഇവിടെ അതല്ല, ജ്ഞാനി ആണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അറിവിന്റെ ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടി മുമ്പോട്ട് പോകുന്നവരാരാണോ എന്നെ ഉപാസിക്കുന്നത് അവരെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഉദാരാ സർവയേവൈതേ ജ്ഞാനീത്വാത്മൈവ മേ മതം ആസ്ഥിത സഹിയുക്താത്മാ മാമേവാനുത്തമാം ഗതിം. സർവ ഏവൈതേ ഉദാരാഹ, ഈ 4 വിഭാഗത്തിൽപ്പെട്ടവരും ഗ്രേറ്റ് തന്നെയാണ്, മഹാത്മാക്കൾ തന്നെയാണ്. പക്ഷേ ജ്ഞാനീത്വാ ആത്മൈവ മേ മതം, ഇതിലെ ജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ് മേ മതം, എന്റെ അഭിപ്രായം. അതും ശ്രീകൃഷ്ണൻ പറയുന്ന എന്റെ അഭിപ്രായം എന്ന, അതായത് ഞാൻ അവസാനത്തെ വാക്ക് പറയുന്നില്ല, എന്റെ അഭിപ്രായം ഇതാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. ആസ്ഥിത സഹിയുക്താത്മാ, മനസ്സ് സ്ഥിരമായിട്ട് ആത്മചൈതന്യം സ്ഥിരമായിട്ട് എന്നിൽ തന്നെ കേന്ദ്രീകരിച്ച വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. മാം ഏവ അനുത്തമാം ഗതിം, ഫൈനൽ ഗോള്, എത്തിച്ചേരേണ്ട അവസാനത്തെ ബിന്ദു ഞാൻ തന്നെയാണെന്ന് അപ്രകാരമുള്ള ജ്ഞാനി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ, ആ ജ്ഞാനി അനേക ജന്മങ്ങളിലൂടെ സഞ്ചരിച്ച് ജന്മങ്ങൾ അനുഭവിച്ച് മാം പ്രപദ്യതേ, എന്നിൽ തന്നെ അവസാനം വന്നു ചേരുന്നു. വാസുദേവ സർവമിതി, സർവതും വാസുദേവനായ ശ്രീകൃഷ്ണനാണ് എന്ന് സ മഹാത്മാ, ആ മഹാത്മാ പറയുന്നു. പക്ഷേ അദ്ദേഹമാകട്ടെ സുദുർലഭ, വളരെ റയറായിട്ടുള്ള വ്യക്തികളിൽ റയറസ്റ്റ് ആണ്. എല്ലാവരും ഇത് അറിയുന്നില്ല. ഈ ജ്ഞാനി മാത്രം ഞാൻ തന്നെയാണ് എത്തിച്ചേരേണ്ട പരമമായ ലക്ഷ്യബിന്ദു എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം അനേക ജന്മങ്ങളിലൂടെ എന്നിൽ തന്നെ വന്നു ചേരുന്നു. അതിദുർലഭതരമായ ഒരു ജന്മമായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുക. എന്നെ പ്രാപിക്കേണ്ട ആ ജന്മത്തിന്റെ മഹത്വം നീ അറിയണം അർജുന. കാമൈഹി തൈഹി തൈർഹൃതജ്ഞാന പ്രപദ്യന്തേ അന്യദേവതാഹ, അമിതമായ അത്യാഗ്രഹത്തിൻ്റെയും അതുപോലെയുള്ള വസ്തുക്കളോടുള്ള അറ്റാച്ച്മെന്റുകൂടും ഹൃതജ്ഞാന, ജ്ഞാനം മുഴുവനും ആവരണം ചെയ്ത അജ്ഞാനമായിരിക്കുന്ന വ്യക്തികള്
പ്രപദ്യന്തേ അന്യദേവത, മറ്റു പലരെയും ഉപാസിക്കുന്ന ജനങ്ങളുണ്ട്. അവരേവരെയാണോ ഉപാസിക്കുന്നത് തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ, സ്വയാനിയത സ്വയം തെരഞ്ഞെടുത്തിരിക്കുന്ന, പ്രകൃത്യ അവരുടെ സ്വതസിദ്ധമായ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയം തെരഞ്ഞെടുത്തിരിക്കുന്ന പന്ഥാവിലൂടെ തം തം നിയമമാസ്ഥായ, ആ നിയമത്തിന്റെ പന്ഥാവിലൂടെ അവരാരെയാണോ ഉപാസിക്കുന്നത് അവരിൽ എത്തിച്ചേരും. പക്ഷേ ഫൈനൽ ഗോളിലേക്ക് എത്തിച്ചേരാൻ അത് പോരാ അർജുന. ആ ഫൈനൽ ഗോൾ എന്ന് പറയുന്ന യൂണിവേഴ്സൽ പവറിന്റെ അടുത്തേക്ക് വരാൻ അവസാനത്തെ നോളജ് ഏതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നീ മുമ്പോട്ട് പോകാൻ. യോ യോ യാമ്യാം തനുർഭക്ത്യ ശ്രദ്ധയാ ചിതുമിച്ഛതി. യോ യോ യാമ്യാം തനുർഭക്ത, ആര് ഏതെല്ലാം പന്ഥാവിലൂടെയാണോ എന്നിലേക്ക് പ്രാപിക്കുവാൻ വേണ്ടി മറ്റു ദേവതമാരെ പൂജിക്കുവാൻ ഇച്ഛതി ആഗ്രഹിക്കുന്നത്, മറ്റു ദേവതമാരിൽ ശ്രദ്ധ ചെലുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിഷമവും ഇല്ല. ദേ ഹാവ് ഗോട്ട് ദെയർ ഓൺ ഫ്രീഡം. അവർക്ക് അവരവരുടെ പന്ഥാവിലൂടെ ചലിക്കാൻ വിഷമമില്ല. പക്ഷേ തസ്യ അചലാം ശ്രദ്ധാം, അവരിൽ ശ്രദ്ധയുണ്ടാക്കുന്നതും താമേവ വിദതാമ്യഹം, അത് ഞാൻ തന്നെയാണ്. അതായത് മൊത്തത്തില് എന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ആർക്കും വർത്തിക്കാൻ സാധ്യമല്ല. പക്ഷേ സബ് റോഡുകളിലൂടെ പോയിട്ട് മെയിൻ റോഡിലേക്കും ഡെസ്റ്റിനേഷനിലേക്കും വരുന്നതിന് പകരം നാഷണൽ ഹൈവേ മുമ്പിലുണ്ട്, നേരെ എന്നെ നോക്കി എന്നിലേക്ക് തന്നെ എത്തിച്ചേരുക. പകരം മറ്റ് ചെറിയ ചെറിയ ഇടവഴികളിലൂടെ കടന്ന് കുണ്ടും കുഴിയിലൂടെ കടന്ന് അപ്പുറത്തേക്ക് എത്തുന്ന അവസ്ഥ സ്വയം ഉണ്ടാക്കാതെ അവനവന്റെ സാത്വിക ഭാവത്തിനെ പരമാവധി ഉജ്ജ്വലമാക്കിക്കൊണ്ട് നേർവഴിയിലൂടെ എന്നെ എത്തുന്നതാണ് ഏറ്റവും ഉത്തമം. മറ്റു വഴിയിലൂടെ പോയാലും അവസാനം എന്നിലെത്തും. കാരണം ആ വഴിയിലൂടെ നിങ്ങൾക്ക് പോകാൻ തോന്നുന്നത് നിങ്ങളുടെ പ്രകൃതിയാലുള്ള സ്വഭാവം കൊണ്ടാണ്. അത് മാറ്റാൻ സാധിക്കില്ല. പക്ഷെ സാധിക്കുന്നത് ജ്ഞാനിയായി തീരുമ്പോഴാണ്. അതുകൊണ്ട് അവർ ആ വഴിയിലൂടെ പോകുമ്പോൾ ആ വഴിയിലും അവരെ സഹായിക്കുന്നതും ഗൈഡ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. സ തയാ ശ്രദ്ധയായുക്ത തസ്യ ആരാധനമീഹത്തെ. ഏത് ശ്രദ്ധയോടുകൂടിയാണ് ആ വ്യക്തി അദ്ദേഹം ഉപാസിക്കുന്ന ദേവതയെ ആരാധിക്കുന്നത്, അത് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഭതേച്ച തദക്കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ, എന്നിൽ തന്നെ വർത്തിക്കുന്ന ആഗ്രഹ സമ്പൂർത്തിയുടെ ലക്ഷ്യഭാവമാണ് ആ ദേവതകളിലൂടെ ആ ദേവതകളെ ആരാധിക്കുന്നതിലൂടെ തദ്വ്യക്തിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനാണ് ദേവതാരാധനയിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അവർക്ക് മറ്റൊരു രീതി സാധ്യമല്ല. അതുകൊണ്ട് അർജുന, ഇടവഴികളിലൂടെ ഇടയ്ക്കിടയ്ക്കുള്ള സ്റ്റോപ്പുകളിലൂടെ എത്തിയിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നവര് ധാരാളം പേരുണ്ട്. അവർക്ക് അവരെത്തേണ്ട വഴിയില് അവർക്ക് ലഭിക്കേണ്ട വസ്തുക്കള്, അവർ ആഗ്രഹിക്കുന്ന വസ്തുതകള് അവർക്ക് ലഭ്യമാക്കുന്നതും ഞാൻ തന്നെയാണ്. അവര് ആരാധിക്കുന്ന ഈശ്വരനില് അവർക്ക് ശ്രദ്ധയുണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ്. അന്തവത്തു ഫലം തേഷാം തദ്ഭവത്യൽപമേധസാം. പക്ഷേ അന്തവത്തു ഫലം തേഷാം, അവരുടെ വിവിധ തരത്തിലുള്ള ഈശ്വരാരാധനയുടെ ഫലം അന്ത്യമായിട്ട് ദ ലാസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന അവസാനത്തെ ഫലം തദ്ഭവ അല്പമേധസാം, അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഫൈനൽ ആയിട്ടുള്ള ഫ്രൂട്ട് മുഴുവൻ അവർക്ക് ലഭ്യമല്ല. ചെറിയ ദേവതയെ ചെറിയ രീതിയിൽ അല്പസമയത്തില് അല്പം ശ്രദ്ധയോടുകൂടി ആരാധിക്കുന്നവർക്ക് അല്പം മാത്രം ലഭിക്കുന്നു. ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്ത യാന്തി മാമപി. ഏത് ദേവന്മാരെയാണോ ആശ്രയിക്കുന്നത് ആ ദേവപദത്തിൽ അവരെത്തുന്നു. പക്ഷെ അത് ഫൈനൽ അല്ല. ദേവ യജോ യാന്തി, ഏത് ദേവനെയാണോ യജിച്ചത് അവരിൽ എത്തിത്തീർന്നു. മദ്ഭക്ത എന്നാൽ ഫൈനൽ പോയിന്റ് എന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ യാന്തി മാമപി, അവര് എന്നിലേക്ക് തന്നെ എത്തിച്ചേരും. അത് ഫൈനൽ പോയിന്റാ. ചെറിയ ചെറിയ മഴത്തുള്ളികള് തോടുകളായിട്ട്, അത് കുറച്ചുകൂടി വലിയ കാനയായിട്ട്, അത് കുറച്ചും കൂടി വലിയ നദിയായിട്ട് മഹാസാഗരത്തിലേക്ക് അവരെത്തിച്ചേരുന്നു. ചിലപ്പോൾ ചില സ്ഥലത്ത് അവിടെ തന്നെ വെള്ളം താഴ്ന്ന് അവിടെ തന്നെ നിൽക്കുന്നു. അതേ സമയത്ത് ചെറിയ ചെറിയ തുള്ളികൾ നേരിട്ട് മഹാസാഗരത്തിലാണ് വീഴുന്നത് എങ്കിൽ അതിനിടയ്ക്കുള്ള ചാനലോ തോടുകളോ നദിയോ ഒന്നും സ്പർശിക്കാതെ നേരെ മഹാസാഗരത്തിന്റെ ഭാഗമായി തീരുന്ന മഴത്തുള്ളികളാകാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നേരിട്ട് പ്രപഞ്ച ചൈതന്യം എന്ന മഹാകൃഷ്ണന്റെ
അവസ്ഥയെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ മാം അബുദ്ധയ എന്നെ അബുദ്ധയ വലിയ ബുദ്ധിയില്ലാത്തവര് മന്യന്തേ വിചാരിക്കുന്നു. എന്താ വിചാരിക്കുന്നത്? അവ്യക്തം വ്യക്തമായ രൂപമില്ലാത്ത എന്നാൽ വ്യക്തിമാപന്നം ഒരു വ്യക്തിയെ പോലെ ഇരിക്കുന്ന സാധാരണ മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇദ്ദേഹം. ഇദ്ദേഹം അവ്യക്തനല്ല, അൺമാനിഫെസ്റ്റഡ് ആയിട്ട് പ്രപഞ്ച ചൈതന്യമൊന്നുമല്ല, സാധാരണ മനുഷ്യനാണ് ശ്രീകൃഷ്ണൻ എന്ന് പലരും ബുദ്ധിയില്ലാത്ത പലരും വിചാരിക്കുന്നുണ്ട്. പരം ഭാവമജാനന്തു മമാവ്യയമനോത്തമം ഏറ്റവും ഉത്തമമായ പ്രപഞ്ച ചൈതന്യത്തിന്റെ വിവരണാതീതമായ അവ്യയമായ പ്രപഞ്ച ചൈതന്യമാണ് ഞാനെന്ന് ആ പരമമായ ഭാവത്തെക്കുറിച്ച് ഇവരൊരിക്കലും അറിയുന്നില്ല. ഇവരുടെ മുമ്പിൽ ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. അത്രമാത്രമേ അവർക്ക് ഊഹിക്കാൻ സാധിക്കത്തുള്ളൂ, അതിനപ്പുറം അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃതഃ മൂഢോയം നഭിജാനാതി ലോകോ മാമജമവ്യയം. അഹം പ്രകാശ സർവസ്യ, എല്ലാവർക്കും എന്റെ തേജസ്സുറ്റ രൂപം കാണുവാൻ സാധ്യമല്ല. എന്നെ അവർ കാണുന്നത് യോഗമായാ സമാവൃത ഒരു പ്രത്യേക ആവരണത്തിന്റെ മാത്രം തിളക്കത്തിലൂടെയാണ്. എന്റെ റിയാലിറ്റി, ട്രൂത്ത്, എസൻസ് എന്താണെന്ന് അവർ അറിയുന്നില്ല. അവര് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ശ്രീകൃഷ്ണൻ എന്ന ഒരു മനുഷ്യരൂപത്തിലുള്ള അനേക കോടി മനുഷ്യരിലെ ഒരാളാണെന്ന് മാത്രം അവരറിയുന്നു. മൂഢോയം, ഈ മൂഢന്മാര്, ഈ ബുദ്ധിയില്ലാത്തവര്, ന അഭിജാനാതി, അവരറിയുന്നില്ല. ലോകോ മാം അജം അവ്യയം, ഞാൻ അവ്യയനായ വിവരണാതീതനായ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന നാന്തം ന മദ്യം ന പുനസ്തവാദ്യം, തുടക്കവും മധ്യവും അവസാനവും ഇല്ലാത്ത ഒരു പ്രപഞ്ച ചൈതന്യത്തിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണെന്ന് ഇവരാരും അറിയുന്നില്ല. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. ഹേ അർജുന, വേദ അഹം, ഞാൻ അറിവാണ്. ഏതിന്റെ അറിവ്? സമ അതീതാനി വർത്തമാനാനി, പ്രസന്റ് നോളജ്, ഇപ്പോൾ വർത്തിക്കുന്ന സർവ്വതിനെ കുറിച്ചുള്ള നോളജിന്റെ അതീതാവസ്ഥയില് അവസാനത്തെ അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണ്. അതായത് സുപ്രീം നോളജ് എന്നിൽ വർത്തിക്കുന്നു. ഭവിഷ്യാണി, ഫ്യൂച്ചറിന്റെ സുപ്രീം നോളജ് എന്നിൽ വർത്തിക്കുന്നു. ച ഭൂതാനി, പാസ്റ്റിനെ കുറിച്ചുള്ള സുപ്രീം നോളജ് എന്നിൽ വർത്തിക്കുന്നു. മാം തു വേദ ന കശ്ചന, ഒരൊറ്റ അറിവും എന്നിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. സമഗ്രമായ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അറിവുകൾ ജീവജാലങ്ങളും സമൂഹം മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. സർഗേ യാന്തി പരം തപ, സർഗേ യാന്തി, ജന്മനാൽ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അവർക്ക് നിത്യജീവിതത്തിലുള്ള പല കാര്യങ്ങളെയും കുറിച്ച് ചിന്തിച്ച് അതിൽ വിഷമിച്ച് അതിൽ വേദനിച്ച് അതിലെ റിസൾട്ടിന് വേണ്ടി പരക്കം പാഞ്ഞ് പലതും ചെയ്യുന്നവരായിട്ടാണ് ഇവർ വർത്തിക്കുന്നത്. അവർക്ക് വ്യക്തമായിട്ട് പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് അറിയാൻ സമയമില്ല, ആഗ്രഹമില്ല, കോൺസെൻട്രേഷൻ ഇല്ല, അതിനുള്ള ബുദ്ധിയില്ല, അതെല്ലാം ചെയ്യാനുള്ള മാനസികാവസ്ഥയുമില്ല. അതുകൊണ്ട് ഇച്ഛയും ദ്വേഷവും ശത്രുത്വവും സുഖവും ദുഃഖവും അറ്റാച്ച്മെന്റും എല്ലാമായിട്ട് അവർ ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അതല്ല വേണ്ടത്. ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അവർക്ക് ഫോക്കസ് പോയിന്റ് ഏതാണെന്നറിയാം. യേശാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം, യേശാം തു, ആർക്കാണോ അന്തഗതം പാപം, ചെയ്തിരിക്കുന്ന പാപം മുഴുവനും തീർന്നതായിട്ട് പാപമോചനം ലഭിച്ചത്, ജനാനാം, അപ്രകാരത്തിലുള്ള ജനങ്ങള്, പുണ്യകർമ്മണാം, പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പുണ്യാത്മാക്കളായിക്കൊണ്ട്, തേ ദ്വന്ദ്വമോഹ വിനിർമുക്ത, ദ്വന്ദ്വമോഹ നിർമുക്ത, രണ്ടും ഒരേ വാക്കാണ്. അവര് പലതരത്തിലുള്ള വികാര വിചാരങ്ങളിൽ നിന്നും വിനിർമുക്ത, നിർമുക്ത, മോചനം നേടിയിട്ട് ഭജന്തേ മാം, എന്നെ തന്നെ ഭജിച്ചുകൊണ്ട്, ദൃഢവ്രതാഹ, ദൃഢമായ ചിത്തത്തോടുകൂടി എന്നെ തന്നെ ഭജിച്ചുകൊണ്ട്, ഇപ്രകാരമുള്ള വ്യക്തികള് അവരുടെ പാപകർമ്മങ്ങളുടെ ഫലം മുഴുവനും അവസാനിച്ച് നല്ല രീതിയിലുള്ള പുണ്യഫലം അനുഭവിച്ചുകൊണ്ട് പരമമായ പഥസഞ്ചാരത്തിലൂടെ എന്നിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് ശ്രീകൃഷ്ണൻ ജ്ഞാനികളെ കുറിച്ച്
വളരെ വ്യക്തമായ രീതിയിൽ വിവരിക്കുന്നത്. ഇതാണ് ജ്ഞാനയോഗത്തിന്റെ പ്രത്യേകതയും എന്ന് നാം അറിയേണ്ടതുണ്ട്. ജരാമരണമോക്ഷായ മാമാശ്രിത്യ യതന്തിയേ. ജരാമരണങ്ങളെ, ജന്മം, യുവത്വം, അതുപോലെ വാർദ്ധക്യം, അവസാനം മരണം, ഇങ്ങനെയുള്ള ചക്രത്തിൽ നിന്ന് മോചനം നേടാൻ ജരാമരണമോക്ഷായ മാം ആശ്രിത്യ യതന്തിയേ. ആരാണോ എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് ആത്മീയ പന്ഥാവിലൂടെ യോഗിയെ പോലെ ചരിക്കുന്നത്, തേ ബ്രഹ്മതദ്വിദു, പരമമായ ബ്രഹ്മപദം എന്നിലാണ് എന്ന് കൃത്സ്നം അധ്യാത്മം കർമ്മചാഖിലം, ആധ്യാത്മിക ചര്യയുടെ അവസാനത്തെ കർമ്മപന്താവ്, അഖിലം സമ്പൂർണമായ പന്താവ്, തദ്വിദു എന്നിലാണ് എന്ന്, ഞാനാണ് എന്ന് അവർ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. അവരുടെ ജീവിത ചക്രം ഒരു പക്ഷേ അവസാനിച്ച് അത്യുജ്വലമായ ആത്മീയ പന്ഥാവിലേക്ക് അവർക്കെത്തുവാൻ സാധിക്കും. സാധിഭൂത ആധിദൈവം മാം സാധിയജ്ഞം ചയേ വിദുഹു പ്രയാണകാലേ അപി ച മാം തേ വിദുർ യുക്തചേതസഃ. സ അധിഭൂതാധിദൈവം, അധിഭൂതം, അതിദൈവതം, അധ്യാത്മം. മൂന്നാണ് വേദങ്ങളുടെ അർത്ഥം. ഭൗതികമായിട്ടുള്ളത്, ദേവതാസങ്കല്പമായിട്ടുള്ളത്, ആത്മീയമായിട്ടുള്ളത്. ഈ മൂന്നും സ അധിഭൂതം അതിദൈവം മാം, അതെല്ലാം ഞാൻ തന്നെയാണ്. സ അധിയജ്ഞം ച, അധിയജ്ഞവും തന്നെ, ച ഏ വിദുഹു, ഇതെല്ലാം ഞാനാണെന്ന് അത്തരത്തിലുള്ള ജ്ഞാനികൾ അറിയുന്നുണ്ട്. അവരാകട്ടെ പ്രയാണകാലേ അപി, യാത്രയാകുന്ന സമയത്ത്, മരണം അടുക്കുന്ന സമയത്ത്, മാം തേ വിദുർ യുക്തചേതസ, എന്നിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട്, എന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വർത്തിക്കുന്നു. അവസാനം അവരെന്നെ തന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളുടെ വീട്ടില് അച്ഛനോ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശിയോ ആരെങ്കിലും മരണശയ്യയിലേക്ക് പോയാൽ നിരന്തരം അവരെ ഭഗവത്ഗീത കേൾപ്പിക്കണം. സാധിക്കുമെങ്കിൽ ഒരു ഇയർഫോൺ വെച്ച് അവർക്കിത് കേൾപ്പിക്കുകയാണെങ്കിൽ അവസാനത്തിൽ ശ്രീകൃഷ്ണന്റെ പദപ്രാപ്തി അവർക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ജ്ഞാനികൾക്ക് വളരെ വ്യക്തമായ മാർഗബോധമുണ്ട്, ദിശാബോധമുണ്ട്, പന്ഥാവിനെ കുറിച്ച് വ്യക്തതയുണ്ട്, ലക്ഷ്യബോധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാന വിജ്ഞാനയോഗോ നാമ ഷത്തമോധ്യായ. ഭഗവത്ഗീതയിലെ 7ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.